തേർഡ് സെമസ്റ്റർ ബിടെക് പഠിക്കുന്ന പേപ്പറാണ് MA 201 ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. ആ പേപ്പറിന്റെ ഫസ്റ്റ് മൊഡ്യൂള് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കില് സ്റ്റാർട്ടിംഗ് ആണ്. കോംപ്ലക്സ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനലിലേക്ക് സ്വാഗതം. കോംപ്ലക്സ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ സ്കൂളുകളിൽ +2, +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാല് Z = x+iy. ഈ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുക. അതിന്റെ നൊട്ടേഷൻ Z ആണ്. Z = x+iy. ഇവിടെ എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. x, y belongs to R. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് i എന്ന് പറയുന്നത് √(-1) ആണ്. ഈ ടൈപ്പ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ 2 + 3i, അതേപോലെ 2 - 4i, 0 + 6i. ഈ നമ്പേഴ്സ് ഒക്കെ എന്ത് നമ്പേഴ്സ് ആണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. i വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുക. അതിന്റെ ഒരു ജനറൽ ഫോം ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ തന്നെ നിങ്ങളൊന്ന് കാര്യം ശ്രദ്ധിക്കുക, എക്സ്, ഈ കോംപ്ലക്സ് നമ്പറിലെ എക്സ് എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്നാണ് പറയുന്നത്, റിയൽ പാർട്ട്. ആൻഡ് അതുപോലെ തന്നെ y എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടാണ്, ഇമാജിനറി പാർട്ട്. i വരുന്ന പാർട്ടിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുക. ആൻഡ് i ഇല്ലാത്ത ഭാഗത്തിനെയാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിന്റെ 2 റിയൽ പാർട്ടും 3 ഇമാജിനറി പാർട്ടുമാണ്. 2 റിയൽ പാർട്ട്, -4 ഇമാജിനറി പാർട്ട്, 0 റിയൽ പാർട്ട്, 6 ഇമാജിനറി പാർട്ട്. അപ്പൊ ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം. അതിന്റെ നൊട്ടേഷൻ ഇതാണ്, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതില് കുറച്ച് ഓൾജിബ്രൈക് ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാ. സപ്പോസ് Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ a+ib ആണെന്ന് വിചാരിക്കൂ. അതേപോലെ തന്നെ Z2 എന്ന കോംപ്ലക്സ് നമ്പർ c+id ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് Z1 + Z2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ റിയൽ പാർട്ട് നമ്മൾ ആഡ് ചെയ്യുക. a+c + ib + id, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. i × b + d, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. ഇതാണ് അതിന്റെ അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ റിയൽ പാർട്ട് മൈനസ് ചെയ്താൽ മതി. Z1 - Z2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നത്? a - c + i × ib - id ആണ്. i × b - d എന്ന് എഴുതാം. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ. then ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കണം. Z1 × Z2 ദാറ്റ് ഈസ് ഈക്വൽ ടു a + ib × c + id. സാധാരണ രണ്ട് പെയർ എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. a × c ac + a × id iad +ib × c ibc +ib × id i² bd എന്ന് വരും. ഇനി i എന്ന് പറയുന്നത് √(-1) ആയതുകൊണ്ട് i² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് കളഞ്ഞു കഴിഞ്ഞാൽ -1. അപ്പൊ ഈ നമ്പർ -1 ആവും. അപ്പൊ -bd വരും. ദാറ്റ് ഈസ് ac - bd പ്ലസ് i വരുന്ന രണ്ട് നമ്പേഴ്സ് i × ad + bc എന്ന് കിട്ടും. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരെ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുതുതായിട്ട് ആർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞു. ഡിവിഷൻ പറയുന്നതിന് മുമ്പ് നമുക്കൊരു മറ്റൊരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ കോൺജുഗേറ്റ് ഓഫ് z = a + ib. a + ib എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് z ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു a - ib. ഈ നടുക്ക് കാണുന്ന സൈൻ, ഇമാജിനറി പാർട്ടിന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കി മാറ്റുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കി മാറ്റുക. അങ്ങനെ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 1 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? 1 - i. -2 + 3i, ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? -2 - 3i. അതായത് ഈ സൈൻ മാത്രം മാറ്റിയാൽ മതി, റിയൽ പാർട്ടിന്റെ സൈൻ മാറ്റണ്ട, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ.
ഇമാജിനറി പാർട്ടിന്റെ സൈൻ എന്താക്കുക, നെഗറ്റീവ് ആക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. 1 മൈനസ് 2i, ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്, 1 പ്ലസ് 2i. അപ്പൊ ഇതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് കോൺജുഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിവിഷനിലാണ് കൂടുതലും നമ്മൾ കോൺജുഗേറ്റ് യൂസ് ചെയ്യുന്നത്. കോൺജുഗേറ്റിന്റെ കൂടെ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് മോഡുലസ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ് മോഡുലസ്? ഒരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു a പ്ലസ് ib ആണെങ്കിൽ അതിന്റെ മോഡുലസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മോഡ് z എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആണ് ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഈ മോഡുലസും കോൺജുഗേറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അത് ഇതാണ്, z ഇൻറ്റു z ബാർ എന്ന് പറയുന്നത് മോഡ് z സ്ക്വയർ ആണ്. ഇത് എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പർ a പ്ലസ് ഐ ബിയും അതിന്റെ കോൺജുഗേറ്റ് a മൈനസ് ഐ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ നോക്കി നോക്കൂ, ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അല്ലേ. നമ്മൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മൾ എഴുതും. അങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ a സ്ക്വയർ മൈനസ് ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഐ ബി ആണുള്ളത്. അപ്പൊ ഐ ബി ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ് ബി സ്ക്വയർ. നൗ ഇറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇതാണ് മോഡ് z സ്ക്വയർ. കാരണം മോഡ് z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോവും. അതുകൊണ്ട് മോഡ് z എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഐഡന്റിറ്റി ആണ് z ഇൻറ്റു z ബാർ എന്ന് പറയുന്നത് മോഡ് z സ്ക്വയർ ആണ്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ a പ്ലസ് ഐ ബി ബൈ സി പ്ലസ് ഐ ഡി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഡിനോമിനേറ്ററിൽ സി പ്ലസ് ഐ ഡി ആണ്, അതിന്റെ കോൺജുഗേറ്റ് സി മൈനസ് ഐ ഡി, മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു കോൺജുഗേറ്റ് നമുക്ക് എന്താണ് എപ്പോഴും കിട്ടുക, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. അതിനകത്ത് എന്ത് വരില്ല, ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ വരില്ല. അപ്പൊ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പറിനെ കളയാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് ഇതാണ്. കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് a പ്ലസ് ഐ ബി ഇൻറ്റു സി മൈനസ് ഐ ഡി. ഇത് സാധാരണ കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ എന്തേ വരുള്ളൂ, എപ്പോഴും സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ് വരിക. അതായത് ആ കോംപ്ലക്സ് നമ്പർ സി പ്ലസ് ഐ ഡിയും സി മൈനസ് ഐ ഡിയും മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ് വരിക. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ് വരിക. ഇനി സാധാരണ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഡിവിഷനിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ കോൺജുഗേറ്റ് കൂടുതലും കോംപ്ലക്സ് നമ്പേഴ്സിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പവേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്ന ഇമാജിനറി നമ്പറിന്റെ കുറച്ച് ഡിഫറെന്റ് പവേഴ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഒന്ന് i⁻1 ഐ തന്നെയാണ്. ദെൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു -1 ആണ്. ആൻഡ് ഐ ക്യൂബ് എന്ന് പറയുന്നത് -i ആയിരിക്കും. ആൻഡ് i⁴ എന്ന് പറയുന്നത് 1 ആണ്. ഇതെപ്പോഴും നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി ബാലൻസ് വരുന്ന പവേഴ്സ് ഒക്കെ ഇതിന്റെ റിപ്പീറ്റേഷൻ ആണ്. അതായത് i⁵ എന്ന് പറയുന്നത് i ആയിരിക്കും, i⁶ -1 ആയിരിക്കും, i⁻7 -i ആയിരിക്കും, i⁸ 1 ആയിരിക്കും. ഇങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് വരികയാണ് ചെയ്യുക. നമ്മൾ ജനറലി ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, i⁴n എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇഫ് ഇറ്റ് ഇസ് എ പവർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, i⁴n is 1. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക, പവേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് സാധാരണ നമ്മൾ പറയാറുള്ള XY കോർഡിനേറ്റ് സിസ്റ്റം, അതായത് റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന രണ്ട് ഡിസ്റ്റൻസുകളാണ്. ഒന്ന് X ആക്സിലെ ഡിസ്റ്റൻസ് ആൻഡ് Y ആക്സിലെ ഡിസ്റ്റൻസ്. ഈ രണ്ട് ഡിസ്റ്റൻസും കൂടെ മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ XY, ഓർഡേഡ് പെയർ XY എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ ഈ രണ്ട് ഡിസ്റ്റൻസുകൾ അല്ലാതെ ഒരു ഡിസ്റ്റൻസും, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസും ഒരു ആംഗിളും, ഡിസ്റ്റൻസ് ആറും ആംഗിള് തീറ്റയും യൂസ് ചെയ്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്ന ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുക. ഇവിടെ രണ്ട് ഡിസ്റ്റൻസുകളല്ല ഉപയോഗിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് നമുക്ക് റേഡിയസ് എന്ന് പറയാം. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ടും ആൻഡ് അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആർ തീറ്റ എന്ന് പറയുന്നത് ഓരോ പോയിന്റും, ഈ പ്ലെയിനിലുള്ള എല്ലാ പോയിന്റുകളും നമുക്ക് ഈ ആർ തീറ്റയിൽ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും.
ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. XY കോർഡിനേറ്റ് സിസ്റ്റം, ആർ തീറ്റയാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ സപ്പോസ് ഇതിൽ തന്നെ നമ്മൾ ആറും തീറ്റയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒറിജിൻ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ് ആൻഡ് ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈയും അല്ലേ. ദെൻ നമുക്ക് ഇതിനകത്ത് തീറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, y ബൈ ആർ എന്ന് വരും. അതേപോലെ തന്നെ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഇസ് adjacent side by hypotenuse, x by r എന്ന് കിട്ടും. From this equation എന്താണ് y is r cos theta and ഇവിടെ നിന്ന് എന്താണ് x is r from this equation എന്താണ് y is equal to r sin theta and from this equation x is r cos theta. അപ്പൊ ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള എക്സും വൈയും പോളാർ കോർഡിനേറ്റില് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. y ഈക്വൽ ടു ആർ സൈൻ തീറ്റ, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഉണ്ടെങ്കിൽ ആ എക്സ് പ്ലസ് ഐ വൈന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോളാർ ഫോം നമുക്ക് പറയാൻ പറ്റും. എന്താണ് ആ പോളാർ ഫോം? ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. ഇതാണ് ആ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം. എക്സ് ആണ് ആർ കോസ് തീറ്റ, y ആണ് ആർ സൈൻ തീറ്റ. ആർ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈയുടെ പോളാർ ഫോം എന്ന് പറയുന്നത്. പോളാർ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ഇതിനകത്ത് ഈ ആറും തീറ്റയും എങ്ങനെ എക്സും വൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു നമ്മൾ ഒരു വേർഷൻ നമ്മൾ പറഞ്ഞു. എക്സ് എസ് ആർ കോസ് തീറ്റ and y is r sin theta. തിരിച്ച് ആറും തീറ്റയും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? r is root of x square plus y square and theta എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ tan inverse of y by x എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ tan theta equal to y by x എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഇൻഫോർമേഷൻസ് ആണ്. പോളാർ ഫോമില് വരുന്ന എക്സിന്റെയും വൈയുടെയും വാല്യൂ, അതേപോലെ തന്നെ ആറിന്റെയും തീറ്റയുടെയും വാല്യൂ. ഇപ്പോ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ഇമേജ് എഫ് ഓഫ് z, ഇതും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. വി വിൽ ഡിനോട്ട് ഇറ്റ് ആസ് w. ആ കോംപ്ലക്സ് നമ്പർ u ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണെന്ന് വിചാരിക്കാം. ഇത് z ന്റെ ഇമേജ് എഫ് ഓഫ് z. ഈ ഫംഗ്ഷൻ ഇതാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് എഫിന് ഒരു റിയൽ പാർട്ട് ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും. എഫിന്റെ റിയൽ പാർട്ട് നമ്മൾ യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫിന്റെ ഇമാജിനറി പാർട്ട് നമ്മൾ വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൽ എക്സും വൈയും ഉള്ളത് കൊണ്ട് ഇവിടെ യുലും വിയിലും എന്ത് വരാൻ ചാൻസ് ഉണ്ട്? എക്സും വൈയും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് w ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് റിയൽ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഈ ഒരു വാരിയബിൾ, കോംപ്ലക്സ് വാരിയബിൾ നിങ്ങൾ ഇവിടെ z ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ് വരിക. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ വരും. ഇത് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഐ വൈ പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. Now it is equal to x square. ഇവിടെ i square y square വരും. i square എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ അത് മൈനസ് y square ആവും. x square മൈനസ് y square പ്ലസ് i ഇൻറ്റു 2xy. അപ്പൊ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 2xy ആണ്. അപ്പൊ u ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ v ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? 2xy ആണ്.
അപ്പൊ ഇതാണ് കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ സെപ്പറേഷൻ, അതായത് റിയൽ ഇമാജിനറി പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുറെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. കോംപ്ലക്സ് ഫംഗ്ഷൻസിൽ ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കൂ. ലെറ്റ് w ഈക്വൽ ടു എഫ് ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 3z. ഫൈൻഡ് u ആൻഡ് v ആൻഡ് കാൽക്കുലേറ്റ് w അറ്റ് z ഈക്വൽ ടു 1 പ്ലസ് 3i. അതായത് ഇവിടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് w ന്റെ വാല്യൂ അറ്റ് z ഈക്വൽ ടു 1 പ്ലസ് 3i കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. ആദ്യം എങ്ങനെയാണ് u v കണ്ടുപിടിക്കാൻ നോക്കുക. w ഈക്വൽ ടു എഫ് ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 3z ആണ്. ഇവിടെ നമ്മൾ z സ്ക്വയർ പ്ലസ് 3z z പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? z is equal to x plus iy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് x plus iy the whole square plus 3 into x plus iy എന്ന് കിട്ടും. ഇത് നേരത്തെ നമ്മൾ സ്ക്വയർ ചെയ്താൽ എങ്ങനെ കിട്ടുന്നത്? x സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് i into 2xy. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലം, അതിലും ഇതുപോലെ തന്നെയാണ്. x സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് i into 2xy പ്ലസ് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x പ്ലസ് i into 3y എന്ന് വരും. ഇനി ഇതിനകത്ത് i വരുന്ന പോർഷൻസ് ഇമാജിനറി പാർട്ട് ഒന്നിച്ചെഴുതുക, i ഇല്ലാത്ത ടേംസ് ഒന്നിച്ചെഴുതുക റിയൽ പാർട്ട്. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x റിയൽ പാർട്ട് പ്ലസ് i into 2xy പ്ലസ് 3y ഇമാജിനറി പാർട്ട്. അപ്പൊ അതായത് ഇവിടെ u ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x ആൻഡ് v ഈസ് ഈക്വൽ ടു 2xy പ്ലസ് 3y എന്ന് വരും. ഇനി ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നേരിട്ട് ഈ z പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ z പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 1 പ്ലസ് 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ യുവും വിയും u v എന്ന് പറഞ്ഞ ഈ രണ്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് എക്സിന്റെയും വൈന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് w ന്റെ വാല്യൂ കിട്ടും. അതായത് w അറ്റ് z is equal to 1 പ്ലസ് 3i എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നത് ഇതിനകത്ത് എക്സിന്റെയും വൈന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് എക്സ്? 1 ആണ് എക്സ്. അപ്പൊ 1 സ്ക്വയർ മൈനസ് 3 ആണ് y, 3 സ്ക്വയർ പ്ലസ് 3 into 1 പ്ലസ് i into 2 into x 1 ആണ്, 1 into y 3 ആണ്, 3 പ്ലസ് 3 into 3 that is equal to എന്താ വരെ നോക്കൂ? 1 മൈനസ് 3 പ്ലസ് 3 1 മൈനസ് 3 സ്ക്വയർ എന്താ കിട്ടാൻ നോക്കൂ? 1 മൈനസ് 9 പ്ലസ് 3 പ്ലസ് i into 6 പ്ലസ് 9 that is equal to ആൻസർ വരുമ്പോൾ എന്ത് വരും? മൈനസ് 5 പ്ലസ് 15i. ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ വാല്യൂ അറ്റ് 1 പ്ലസ് 3i. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ്. സാധാരണ റിയൽ ഫംഗ്ഷന്റെ ലിമിറ്റും കണ്ടിന്യൂറ്റി എന്താണോ അത് തന്നെയാണ് കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലിമിറ്റും കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. ഡെഫിനിഷൻ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. ലിമിറ്റ് z ടെൻസ് ടു z0 f ഓഫ് z എന്ന് പറയുന്നത് l ആണെങ്കിൽ ആ എല്ലിനെയാണ് നമ്മൾ f ഓഫ് z ന്റെ ലിമിറ്റ് എന്ന് പറയുക when z approaches z0. അതായത് ലിമിറ്റ് is L, അതായത് ലിമിറ്റ് ഓഫ് f ഓഫ് z is L when z tends to z0 എന്ന് പറയണമെങ്കിൽ ലിമിറ്റ് z tends to z0 f of x എന്തായിരിക്കണം? f of z എന്തായിരിക്കണം? L ആയിരിക്കണം. നോർമലി നമ്മൾ എല്ലാവരും പറയുന്ന ലിമിറ്റ് ഡെഫിനിഷൻ തന്നെയാണ് ഇത്. ദെൻ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് z tends to z0 f of z0 ആവുകയാണെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറയും. z0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ f ഓഫ് z ന്റെ വാല്യൂ f ഓഫ് z0ലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ f ഓഫ് z0 ആണ് f ഓഫ് z ന്റെ ലിമിറ്റ് എന്ന് നമ്മൾ പറയും. അങ്ങനെ ലിമിറ്റ് കിട്ടുവാണെങ്കിൽ ആ ലിമിറ്റ് f ഓഫ് z0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയും? കണ്ടിന്യൂസ് ആണെന്ന് പറയും. കണ്ടിന്യൂറ്റി ലിമിറ്റിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കാൻ ചെറിയൊരു ഡെഫിനിഷനാണ്. കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ചോദിക്കാറില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. എന്താണ് ഡെറിവേറ്റീവ് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഇക്വേഷൻ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് z0 എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു z0 f ഓഫ് z മൈനസ് f ഓഫ് z0 ഡിവൈഡഡ് ബൈ z മൈനസ് z0. ഇതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? f ഡാഷ് ഓഫ് z0 എന്ന് പറയുന്നത്. ഇതാണ് z0 f ഓഫ് z ന്റെ ഡെറിവേറ്റീവ് അറ്റ് z0 എന്ന് പറയുന്ന ഡെഫിനിഷൻ.
ഇത് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് സെഡ് ബാർ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. സെഡ് ബാർ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ജസ്റ്റ് നോക്കി നോക്കാം നമുക്ക്. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നൗ ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്താണ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് വരിക? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് ബാർ ആയതുകൊണ്ട് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ ബാർ മൈനസ് എഫ് ഓഫ് സെഡ് ഇസ് സെഡ് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് കിട്ടും. നൗ ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്യാം, നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. പ്രോപ്പർട്ടിയാണ് സെഡ് ബാർ പ്ലസ് ഡെൽറ്റ സെഡ് ബാർ മൈനസ് സെഡ് ബാർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ സെഡ് ബാർ ബൈ ഡെൽറ്റ സെഡ് എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഇത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. ഈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ അല്ലേ? അപ്പോ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി നോക്കൂ. ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാല് ഇതിൽ ഈ രണ്ട് വാല്യൂസും 0 ആവണ്ടേ? ഡെൽറ്റ എക്സും 0 ആവണം, ഡെൽറ്റ വൈയും 0 ആവണം. ഇവിടെ നമ്മൾ രണ്ട് കേസസ് അസ്യൂം ചെയ്യാണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ എടുക്കുന്നത് ഡെൽറ്റ എക്സ് 0 ആണെന്ന് അസ്യൂം ചെയ്യും ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എങ്ങനെ മാറും? ലിമിറ്റ് ഡെൽറ്റ സെഡിന് പകരം ഡെൽറ്റ വൈ മാത്രം എഴുതിയാൽ മതിയാവും, അല്ലെങ്കിൽ ഐ ഇൻറ്റു ഡെൽറ്റ വൈ മാത്രം എഴുതിയാൽ മതിയാവും. കാരണം ബാക്കി വരുന്ന ഡെൽറ്റ എക്സ് ഓൾറെഡി എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഡെൽറ്റ എക്സ് ഉണ്ടാവും, അത് 0 ആയിട്ടുണ്ടായി ആയി പോയി കഴിഞ്ഞാൽ എന്താ വരിക? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ആണ് ഡെൽറ്റ സെഡ് ബാർ വരിക. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് മൈനസ് ഡെൽറ്റ വൈ ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ഡെൽറ്റ എക്സ് 0 ആയതുകൊണ്ട് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്നാണ് വരുന്നത്. ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -1 എന്നുള്ള വാല്യൂ ആണ്. ഇതൊരു കേസില്. രണ്ടാമത്തെ കേസിൽ നമ്മൾ തിരിച്ച് അസ്യൂം ചെയ്യാന്ന് വിചാരിക്കുക. ഡെൽറ്റ വൈ ഈക്വൽ ടു 0യും ഡെൽറ്റ എക്സ് ടെൻസ് ടു 0യും ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ലിമിറ്റ് എങ്ങനെയാണ് മാറുന്നത്? ഡെൽറ്റ സെഡ് ടെൻസ് ടു 0ക്ക് പകരം നമ്മൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഴുതിയാൽ മതി. കാരണം ഡെൽറ്റ വൈ ഓൾറെഡി 0 ആണ് നമുക്കറിയാം. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് എഴുതുക. കാരണം ഡെൽറ്റ സെഡ് ബാർ എന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ആണ്. ഇതാണ് ഈ ഫംഗ്ഷൻ. ഇവിടെ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നുള്ള നമ്മൾ കൊടുക്കാൻ വേണം. അപ്പൊ ഇവിടെ ഡെൽറ്റ വൈ 0 ആണെന്ന് അസ്യൂം ചെയ്തപ്പോ ഇത് മാത്രമാണ് നമുക്ക് ഇനി വാല്യൂ കിട്ടുക. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലിമിറ്റ് എന്താണ് വരുന്നത്? 1 എന്നാണ് വരുന്നത്. അപ്പോ രണ്ട് ഡിഫറെന്റ് കേസസിൽ ഒരേപോലെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആയിട്ടുള്ള കേസിൽ രണ്ട് വേർഷൻസ് നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് കിട്ടുന്ന രണ്ട് ലിമിറ്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അല്ലെങ്കിൽ ഡെൽറ്റ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, യുണീക്ക് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തല്ല? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്ന ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല, ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഇതൊരു പ്രാവശ്യം മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ സെഡ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങള്, പോളാർ ഫോം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രിലിമിനറി ആയിട്ട് S3 ലെറ്റ് ഒക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് +2 +1 ഒന്നും പോകാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ കുട്ടികൾക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ
മൊഡ്യൂളിൽ പഠിക്കുന്ന ഫസ്റ്റ് ടോപ്പിക്. അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. കോംപ്ലക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എങ്ങനെയാണ്, അതിന്റെ സെപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്, ഇത് പ്രിലിമിനറി ആണ്. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറില്ല. ആ ടോപ്പിക്കുകൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അനാലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കോഷി-റീമാൻ ഇക്വേഷൻ ഒക്കെ വരുന്ന അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അനാലിറ്റിക് ഫംഗ്ഷൻ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.